ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? നല്ല മഴ തന്നെ മഴ. അപ്പോൾ ആർക്കും എങ്ങും പുറത്തേക്ക് ഒന്നും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക അല്ലേ? നല്ല ഹെൽത്തി ആയും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീട്ടിലിരുന്ന് കഴിക്കുക തന്നെ. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക? ഈ മഴയത്ത് ഇപ്പോൾ എന്താ ചെയ്യുക? ഒരു രക്ഷയില്ല. പുറത്ത് പോകാനൊന്നും രക്ഷയില്ല. ഇത്ര നാളും വെയിലായിരുന്നു, ചൂടേ ചൂട്, ഇതേപ്പം മഴയായി. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റി തോരനാണ് കേട്ടോ. കളർഫുൾ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഊണിനായാലും ചപ്പാത്തിക്കായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും. ഞാൻ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് കുട്ടികൾ അറിയില്ല. ക്യാരറ്റും ബീട്രൂട്ടും ഒന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ, മുരിങ്ങയിലയൊന്നും. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിയ മുട്ടയാണ്. 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റും ഒരു ബീട്രൂട്ടും. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ചെറുതായിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. തോരനല്ലേ, അപ്പോൾ തോരന് പാകത്തിനായിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചി അരിഞ്ഞതും 2 വെളുത്തുള്ളി അരിയും 3-4 പച്ചമുളക് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തു. അതൊന്ന് പതുക്കെ ഒന്ന് വഴറ്റി വന്നപ്പോൾ അതിലേക്ക് ഒരു സബോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സബോളയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി, ഒരുപാട് അങ്ങനെ മൂപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ആ സബോള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനാവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. വീണ്ടും ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു കേട്ടോ. ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി ചേർത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ, ആ ബീട്രൂട്ട് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബീട്രൂട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി. അതിനുശേഷം ക്യാരറ്റും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ക്യാരറ്റ് അരിഞ്ഞതും ബീട്രൂട്ട് അരിഞ്ഞതും എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ക്യാരറ്റിനും ബീട്രൂട്ടിനൊക്കെ ഒരു അല്പം വേവുണ്ടല്ലോ, അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ദാ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. അതിനുശേഷം അതിൻ്റെ അടപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തു. ആ ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് ഒരുവിധം ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു വളം മുരിങ്ങയിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുരിങ്ങയില ഞാൻ പൊട്ടിച്ച് കൊണ്ട് നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ എല്ലാം നല്ലപോലെ ഒരു കളർഫുള്ളാണ്, ഹെൽത്തിയാണ്, എല്ലാം നല്ലതല്ലേ, നല്ല കളറും കിട്ടും, നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പം നല്ലൊരു ഹെൽത്തി തോരൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം മുരിങ്ങയിലയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. മുരിങ്ങയിലയ്ക്ക് ഇപ്പോൾ അധികം അങ്ങനെ വേവൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങ ചെറിയത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി.
തേങ്ങ ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ഉലർത്തിയിട്ടു കേട്ടോ. വീണ്ടും ഒന്നും കൂടിയും ഇളക്കി നല്ലപോലെ ഒന്ന് ഉലർത്തിയിട്ടു. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കണം, ഒന്ന് വലിഞ്ഞ് കിട്ടണം. അതിനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ വലിച്ചെടുക്കണത്. ആ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വലിഞ്ഞ് വന്നപ്പോൾ 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ 4 മുട്ടയും പൊട്ടിച്ച് അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയും കൂടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ മുട്ടയും വെജിറ്റബിൾസും എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ലൊരു ഹെൽത്തി തോരൻ തന്നെയായി കേട്ടോ. വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. തോരനല്ലേ, നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉലർത്തിയിടണം. ഇളക്കി ഇങ്ങനെ ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ലപോലെ ഒന്ന് ഉലർത്തിയിടണം. അപ്പോഴല്ലേ തോരൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ നല്ലൊരു ഹെൽത്തി ടേസ്റ്റിയായ തോരൻ തന്നെയായിരുന്നു കേട്ടോ. ഊണ് കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നു. നല്ല തോരൻ തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാവും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഒന്ന് അരിഞ്ഞെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.